ഹായ് ഫ്രണ്ട്സ്, SK റോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ മ്യൂസിക് മാത്രമായിരിക്കില്ല ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നതാവാം, അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആൾക്കാരാവാം. ഇവരൊക്കെ മ്യൂസിക് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ അവർ ആക്ടിങ്ങും ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പടത്തിലൊക്കെ ഒരു ലീഡ് റോളും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ആക്ടിങ്ങിൽ ഡബ് ചെയ്തേക്കുന്ന മ്യൂസീഷ്യൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ആളുകളെ പറ്റിയിട്ട് പറയാം. അഭയ ഹിരൺമയി. ഇവരൊരു സിംഗറാണ്. ഇവരുടെ മ്യൂസിക് കരിയർ ഡെബ്യൂ ചെയ്തേക്കുന്നത് 2014 ഇറങ്ങിയേക്കുന്ന നാക്കുപ്പൻ്റെ നാക്കൂട്ടക്ക എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ബാക്കപ്പ് വോക്കൽ സിംഗറായിട്ടാണ്. പിന്നെ നമ്മൾ ഈ സിംഗറിനെ നമ്മൾ നല്ല രീതിക്ക് നോട്ടീസ് ചെയ്തേക്കുന്നത് ഗൂഢാലോചന എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സോങ്ങിലായിരിക്കും നമ്മളെല്ലാവരും ഈ സിംഗറിനെ കണ്ടിരിക്കുക. ഈ സിംഗറിൻ്റെ ആക്ടിങ് ഡെബ്യൂ എന്ന് പറയുന്നത് 2024 ഇറങ്ങിയിരിക്കുന്ന ജോർജ് സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച പണി എന്ന് പറഞ്ഞ സിനിമയിലായിരുന്നു. അടുത്ത ആളെന്ന് പറയണത് റിമി ടോമിയാണ്. റിമി ടോമിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഒട്ടനവധി സിനിമകളിലൊക്കെ പാട്ടുകളൊക്കെ നല്ല കിടിലം പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളൊരു സിംഗറാണ്. റിമി ടോമിയുടെ മ്യൂസിക് കരിയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2002 ഇറങ്ങിയ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമയിൽ ചിങ്ങമാസം വന്നു ചേർന്നുള്ളൊരു പാട്ട് പാടിയിട്ടാണ്. പിന്നെ റിമി ടോമിയുടെ ആക്ടിങ് ഡെബ്യൂ എന്ന് പറയണത് ഗൂഗിളിലൊക്കെ കിടക്കുന്നത് 5 സുന്ദരികൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. ഞാനൊക്കെ മെയിനായിട്ട് റിമി ടോമിനെ അഭിനയത്തിൽ കണ്ടു തുടങ്ങിയത് കുഞ്ഞിരാമേണ എന്ന് പറഞ്ഞ പടത്തിൽ അവസാനത്തെ ക്യാമിയോയിലാണ്. പിന്നെ തിങ്കൾ മുതൽ വെള്ളി വരെ എന്നുള്ളൊരു പടത്തിലാണ് മെയിനായിട്ട് ഒരു ലീഡ് റോളിൽ റിമി ടോമി വന്നത്, നമ്മുടെ ജയറാമിൻ്റെ പേരായിട്ട്. അടുത്തത് ഹരിഹരനാണ്. ഹരിഹരൻ എന്ന് പറയുന്നത് കിടിലൻ പാട്ടുകളൊക്കെ പാടിയേക്കുന്നൊരു സിംഗറാണ്. ഈ സിംഗറിൻ്റെ സിംഗിങ് ഡെബ്യൂ തുടങ്ങിയത് ഗമന എന്ന് പറഞ്ഞൊരു പടത്തിലാണ്. 1978 ഇത് ഇറങ്ങിയിരിക്കുന്നത്. ഈ ഹരിഹരൻ എന്ന് പറഞ്ഞ സിംഗറിൻ്റെ ആക്ടിങ് ഡെബ്യൂ എന്ന് പറയുന്നത് 2005 പവർ ഓഫ് വുമൺ എന്ന് പറഞ്ഞൊരു സിനിമയിലായിരുന്നു. പിന്നെ 2024 ഇപ്പോൾ ഒരു മലയാളം സിനിമയിലാണ് അഭിനയിച്ചിട്ടുണ്ട്. ദയാഭാരതി എന്ന് പറഞ്ഞൊരു പടത്തിലും ഹരിഹരൻ എന്ന് പറഞ്ഞ ആൾ അഭിനയിച്ചിട്ടുണ്ട്. അടുത്തത് ജാസി ഗിഫ്റ്റാണ്. ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർത്ത് പീപ്പിൾ എന്ന് പറഞ്ഞ സിനിമയിൽ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ആ ആൽബം ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ജാസി ഗിഫ്റ്റിൻ്റെ മ്യൂസിക് ഡെബ്യൂ എന്ന് പറയുന്നത് 2003 ഇറങ്ങിയ സഫലം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. ഈ ജാസി ഗിഫ്റ്റിലാണെങ്കിൽ നമ്മൾ 2004 ഇറങ്ങിയ റെയിൻ കം അഗൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഒരു ആക്ടർ എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. അടുത്തത് വിനീത് ശ്രീനിവാസനാണ്. ഇപ്പം നിങ്ങൾ വിചാരിക്കും വിനീത് ശ്രീനിവാസൻ ഒരു ആക്ടർ അല്ലേന്നു. പക്ഷേ നമ്മുടെ വിനീത് ശ്രീനിവാസൻ തുടങ്ങിയത് തന്നെ ഒരു പ്ലേബാക്ക് സിംഗറായിട്ടായിരുന്നു. 2003 കസവിൻ്റെ തട്ടമുട്ടെന്ന് പറഞ്ഞ പാട്ടിലൂടെയായിരുന്നു വിനീത് ശ്രീനിവാസൻ സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ആക്ടിങ് കരിയർ ഡെബ്യൂ ചെയ്തേക്കുന്നത് 2008 ഇറങ്ങിയിരിക്കുന്ന സൈക്കിൾ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. അപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ റൈറ്റർ, ഡയറക്ടർ, ആക്ടർ, സിംഗർ എന്ന് പറഞ്ഞ് ഒട്ടനവധി ഇതുകളൊക്കെ നമ്മുടെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് വിജയ് യേശുദാസാണ്. നമ്മുടെ ലെജൻഡ് ഗായകൻ യേശുദാസിൻ്റെ മകനാണ് വിജയ് യേശുദാസ്. വിജയ് യേശുദാസ് ഒരു കിടിലൻ സിംഗറാണ്. വിജയ് യേശുദാസ് ഒരു 2000 സിംഗിങ് കരിയർ ഡെബ്യൂ ചെയ്തതാണ്. മില്ലേനിയം സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പടത്തിലായിരുന്നു വിജയ് യേശുദാസ് ആദ്യമായിട്ട് പാട്ട് പാടിയത്. വിജയ് യേശുദാസ് അഭിനയിച്ചേക്കുന്ന സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന മാരി 1 ഒരു വില്ലൻ വേഷം വിജയ് യേശുദാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 2018 ഇറങ്ങിയ പടൈവീരൻ, പിന്നെ 2023 ഇറങ്ങിയ മലയാളത്തിലിറങ്ങിയ സാൽമൺ 3D. അടുത്തത് ഒരു തമിഴിലത്തെ ഒരു മ്യൂസിഷ്യനാണ്, ഹിപ്ഹോപ്പ് തമിഴ് ആദി. ഇദ്ദേഹം എന്ന് പറയണത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കരിയർ ഡെബ്യൂ ചെയ്തിരിക്കുന്നത് 2015 ആമ്പിള എന്ന് പറഞ്ഞ വിശാൽ സിനിമയിലാണ്. അദ്ദേഹത്തിൻ്റെ ആക്ടിങ് കരിയർ എന്ന് പറയണത് 2017 മീസൈ മുറുക്കെന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയിൽ ഇദ്ദേഹം തന്നെയാണ് ഡയറക്ഷനും മ്യൂസിക് കമ്പോസിങ്ങും ചെയ്തിരിക്കുന്നത്.
അടുത്തത് GV പ്രകാശ് കുമാറാണ്. GV പ്രകാശ് 2006 മ്യൂസിക് കമ്പോസറായിട്ട് ഡെബ്യൂ ചെയ്യുന്നത്. അത് വെയിൽ എന്ന് പറഞ്ഞൊരു സിനിമയിലായിരുന്നു. പിന്നെ 2015 ആക്ടിങ് ഡെബ്യൂ നടത്തുന്നത്. സിനിമ എന്ന് പറയുന്നത് ഡാർലിംഗ് എന്ന് പറഞ്ഞൊരു പടത്തിലായിരുന്നു. അടുത്തത് നമ്മുടെ മലയാളത്തിലത്തെ MG ശ്രീകുമാർ. ഇദ്ദേഹത്തിൻ്റെ മ്യൂസിക് കരിയറിനെ പറ്റിയിട്ട് കറക്റ്റായിട്ടൊരു ഡെബ്യൂ ഏതാണ് സിനിമ എന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഈ സൈനസ് അബ്ദുള്ള എന്ന് പറഞ്ഞൊരു പടത്തിൽ ഇദ്ദേഹം പാട്ട് പാടിയിട്ടുണ്ട്. പക്ഷേ ആ പാട്ട് യേശുദാസ് പാടിയെന്നാണ്, റെക്കോർഡ് ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 1988 ഇറങ്ങിയ ചിത്രം എന്ന് പറഞ്ഞ സിനിമയിലായിരിക്കും നമ്മുടെ MG ശ്രീകുമാറിൻ്റെ മ്യൂസിക് ഡെബ്യൂ തുടങ്ങുക. പിന്നെ MG ശ്രീകുമാറിൻ്റെ ആക്ടിങ് ഡെബ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുള്ളൊരു കാര്യമല്ല, അതൊരു സിനിമയല്ല, ഒരു ഷോർട്ട് ഫിലിമാണ്. ഒരു വായിക്കൊള്ളാത്തൊരു പേര്, ഒരു മാതിരി പേരാണ് പടത്തിൻ്റെ. MN നമ്പ്യാർക്ക് ബാലൻ കെ നായറിൽ സംഭവിച്ചത്. 2017 ഇറങ്ങിയ ഷോർട്ട് ഫിലിമാണ്. ഇതിലൊരു ഫണ്ണി ഗുണ്ട തലവനായിട്ടാണ് നമ്മുടെ MG ശ്രീകുമാർ ആക്ട് ചെയ്തേക്കുന്നത്. അടുത്തത് ലെജൻഡായ SP ബാലസുബ്രഹ്മണ്യമാണ്. ഇദ്ദേഹം സിംഗറായിട്ട് പ്ലേബാക്ക് സിംഗറായിട്ട് ഡെബ്യൂ ചെയ്തേക്കുന്നത് 1966 ഇറങ്ങിയ ഒരു തെലുങ്ക് സിനിമയിലെ ശ്രീ 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 മര്യാദ രാമണ്ണ എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് ഇദ്ദേഹം മ്യൂസിക് സിംഗറായിട്ട് ഡെബ്യൂ ചെയ്തേക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ആക്ടിങ് ഡെബ്യൂ എന്ന് പറയുന്നത് 1987 ഒരു തമിഴ് സിനിമയിലാണ്. മണ്ണത്തിൽ വറുതി വീണ്ടും എന്ന് പറഞ്ഞൊരു സിനിമയിലാണ്. ഇതിലാണ് അദ്ദേഹം ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് റോള് ചെയ്തേക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇതിനു മുമ്പ് കുറച്ച് ക്യാമിയോ അപ്പിയറൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് 1971 ഇറങ്ങിയ മുഹമ്മദ് ബിൻ തക്വാൽ, അത് ഞാൻ എഴുതി കാണിക്കുക. രണ്ടാമത്തതാണ് 1981 ഇറങ്ങിയ രാജപാർവൈ എന്ന് പറഞ്ഞ പടം. ഇതൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ആൾക്കാർ. ഇതല്ലാണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.